ഈ ആഴ്ച പറയാൻ പോകുന്ന ചിന്ത ഇതാണ്: വചനം നമുക്ക് രോഗസൗഖ്യം തരുന്നു. വചനം എന്ത് തരുന്നു? രോഗസൗഖ്യം. വചനം എന്ത് തരുന്നു? രോഗസൗഖ്യം തരുന്നു. മത്തായി 8:16 എടുക്കുക. മത്തായി 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. കണ്ടോ, വചനം കൊണ്ടാണ് അശുദ്ധാത്മാക്കളെ പുറത്താക്കിയിരുന്നതും രോഗികളെ സുഖപ്പെടുത്തിയിരുന്നതും എന്ന് നമ്മൾ കാണുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടല്ലോ, ഇതൊരു ശരിക്കും എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു അത്ഭുതമാണ്. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എറണാകുളത്ത് നിന്ന് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. എന്നെ വിളിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ മുഴുവൻ അലർജി വന്നിട്ടുണ്ടല്ലോ. അലർജി വന്നിട്ട് ഈ കൊച്ച് പുറത്തിറങ്ങാൻ മടിക്കാണ്. അവൾ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് മാസ്കൊക്കെ വെച്ച് ശരീരം മുഴുവൻ ഇങ്ങനെ കറുത്ത പാടുകൾ നിറഞ്ഞേക്കാണ്. അവൾ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ വയ്യ. അവൾ അത്രയും നിരാശയോടെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു വചനം വെച്ച് ബന്ധിച്ചു. അന്ന് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ കുമ്പസാരിച്ചെന്ന് ചോദിച്ചു. അച്ഛൻ ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങി നിൽക്കുകയാണ്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുക്കുക. ജ്ഞാനം 16:12 വചനം എടുക്കും. ഈ വചനം വെച്ച് ഞാൻ അവളെ ബന്ധിച്ചു. ഞാനന്ന് കുമ്പസാരിച്ച് എൻ്റെ മുറിയിലേക്ക് കയറിയപ്പോഴാണ് അവൾ വിളിക്കുന്നത്. മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, അവരെ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. എല്ലാവരും ഒരുമിച്ച് വായിക്ക്. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ. ഈ വചനം വെച്ച് ഞാൻ അവളെ ബന്ധിച്ചു. പേടിച്ചോയോ? ഈ വചനം വെച്ച് ഞാൻ അവളെ ബന്ധിച്ചു. നിന്റെ രോഗമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞു. ഒരു വചനം കൂടി ഞാൻ തരാം, രോഗം വരുമ്പോൾ വായിക്കാനായിട്ട് കേട്ടോ. സുഭാഷിതം 4:22 എടുക്കുക. സുഭാഷിതം 4:22 മറന്നുപോയേക്കരുത്. ഈ വചനമൊക്കെ കാണാപ്പാടം പഠിക്കണം. എന്നാൽ രോഗം വരുമ്പോൾ ഇതൊരു 1,000,000 തവണ പറഞ്ഞ് ഈ വചനം മാംസം ധരിക്കണം. വായിച്ചോ. എന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. എല്ലാവരും ഒരുമിച്ച് വായിച്ചേ. എന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ് കേട്ടോ. അപ്പൊ ഈ 2 വചനങ്ങൾ വെച്ചിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, 21 ദിവസം ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. 21 ദിവസം. അവള് 21 ദിവസം ഈ വചനവും വായിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ ബൈബിൾ ഇങ്ങനെ ദാഹത്തോടെ ഈ പെൺകുട്ടി. ഇതാണ് ചിലർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു അപകടം എന്നറിയാം. എല്ലാവർക്കും കാര്യം നടക്കണം. എന്നെ കാണാൻ ഒരുപാട് പേര് വരും. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ചിലർ ഫോണിലൂടെ വിളിക്കും, അച്ഛാ ബന്ധനമാണ്, രോഗമാണ്, അല്ലെങ്കിൽ വിസാ തടസ്സമാണ്, അല്ലെങ്കിൽ കടബാധ്യത മാറുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഓടി വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ മാജിക് കാണിക്കണം, അല്ലെങ്കിൽ ഈശോ മാജിക് കാണിക്കണം, മാറ്റിക്കൊടുക്കണം. അതിന് മുമ്പോ അതിന് പിമ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഈശോയുടെ ഒരു ദാഹം, ആ ആത്മീയത അപകടമാണ്. ആ ആത്മീയത ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ ആരും അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രതീക്ഷിച്ച് വരണ്ട. ഇവിടെ വരേണ്ടത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയാവണം. ജീസസ്, ഐ ലവ് യു. ജീസസ്, ഐ ട്രസ്റ്റ് യു. ഐ വാണ്ടഡ് ടു സിറ്റ് വിത്ത് യു. അങ്ങനെ ആഗ്രഹം കൊണ്ട് വേണം നമ്മൾ ആത്മീയത കെട്ടിപ്പടുത്താൻ. അല്ലാതെ അത്ഭുതങ്ങളിൽ ആശ്രയിക്കുന്ന ആത്മീയതയൊക്കെ എവിടെയെങ്കിലും വെച്ച് പൊളിഞ്ഞു പോകും. കാരണം ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നു, വിദേശത്ത് പോകണമെന്നുള്ളതാണ് നിങ്ങളുടെ നിയോഗം, കടബാധ്യത മാറണമെന്നുള്ളതാണ് നിങ്ങളുടെ നിയോഗം. ആ കാര്യം നിറവേറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും നേടിയെടുക്കാനല്ല, മറിച്ച് ഈശോയെ സ്വന്തമാക്കാനായിരിക്കണം നമ്മൾ ഈശോയെ കാണാൻ വരേണ്ടത്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഈ പെൺകുട്ടി 21 ദിവസം ഈ ദൈവത്തിന്റെ വചനം വായിച്ച് ഈ 2 വചനങ്ങള് മാംസം ധരിച്ച് പല ആവർത്തി ഇങ്ങനെ പറഞ്ഞ് 21ാമത്തെ ദിവസം എന്നെ വിളിച്ചിരുന്നു. ഞാൻ സിസ്റ്ററിനോട് പറയുകയും ചെയ്തു, അല്ലേ സിസ്റ്റർ? 21ാമത്തെ ദിവസം അവൾ എന്നെ വിളിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. 21ാം ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, അച്ഛാ ഈ വചനം വെച്ചിങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങി 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. ഈശോയോട് ഞാൻ സാഠ്യത്തോടെ
വചനം ഒരു സെക്കൻഡ് പോലും എപ്പോഴും വചനത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ വചനം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോരോ അലർജിക്കായിട്ടുള്ള പാടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്നവരും 21-ാം ദിവസത്തില് ഞാൻ ഇന്ന് ഈ നിമിഷത്തില് അച്ഛനെ വിളിക്കുമ്പോ എൻ്റെ ശരീരത്തില് അലർജിയുടെ ഒരു തരി പോലും ഇല്ല. അലർജിയുടെ ഒരു തരി പോലും ഇല്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും എന്റെ ബന്ധന പ്രാർത്ഥനയോ ആകാതിരിക്കാം, പക്ഷെ അവളുടെ വിശ്വാസം ഉണ്ടല്ലോ. പിന്നെ അവൾ ഈ വചനത്തിൽ വിശ്വസിച്ചല്ലോ. ആ വിശ്വാസത്തിലൂടെയാണ് ആ പെൺകുട്ടിക്ക് എന്ത് കിട്ടിയത്? രോഗസൗഖ്യം. ഇവിടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ വചനം പറഞ്ഞ് രോഗം മാറ്റിയവര്? വചനം ഭക്ഷിച്ച് രോഗം മാഷുണ്ട്, ഒരാള്. വേറെ ആരെങ്കിലും ഉണ്ടോ? 2 അമ്മച്ചി, 3 ചേട്ടൻ. കേട്ടോ, ഇങ്ങനെ വചനം പറയണം കേട്ടോ. വചനം ഭയങ്കര പവർഫുള്ളാണ്. വചനം പറഞ്ഞ് ഇങ്ങനെ നമ്മൾ അഭിഷേകം നേടിയെടുക്കണം, വിടുതൽ നമ്മൾ നേടിയെടുക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 4:23, മത്തായി 4:23 എടുക്കുക. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവൻ ചുറ്റിച്ചു. ഒന്നും കൂടി എല്ലാവരും ബൈബിൾ എടുക്കുക, എല്ലാവരും എടുക്കുക. മടിയന്മാരും മടിച്ചുകളായിട്ട് ആരും ഇരിക്കില്ല. എല്ലാവരും ബൈബിൾ എടുക്കുക. എല്ലാവരും വായിക്കാൻ പറ്റുന്നവര് എല്ലാവരും എടുക്കുക. എന്നിട്ട് ഒരുമിച്ചൊന്ന് വായിച്ചേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അതാണ്, അവൻ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും. കേട്ടോ, ഈ ധ്യാനത്തിനൊക്കെ എന്നെ പലരും പറയാം അച്ഛൻ രോഗമാണ്, വയ്യ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും ഇങ്ങോട്ട് വരിക. ഒന്നിക്ക് ഹെവൻലി നൈറ്റിൽ പങ്കെടുക്കുക, അതല്ലെങ്കിൽ ധ്യാനത്തിൽ പങ്കെടുക്കുക. നമ്മൾ വചനം കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓടി വന്ന് ഞാൻ തലയെ കൈവച്ച് എനിക്കറിയത്തില്ല അത്ഭുതം നടക്കൂലേ എന്ന്. പക്ഷേ വചനം കേട്ട് ഞാൻ തീർച്ചയായിട്ടും അത്ഭുതം സംഭവിക്കും. ഒന്നുകിൽ ആ രോഗം മാറും, അതല്ലെങ്കിൽ ആ ഏറ്റെടുക്കാനുള്ള കരുത്ത് കർത്താവ് തരും. വചനം കേൾക്കണം, കുറെ വചനം കേൾക്കണം. ദാഹത്തോടെ വചനം കേട്ട് വചനം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കർത്താവിനെ ഇടപെടാൻ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനെ ഇടപെടാൻ എളുപ്പമാണ്. കർത്താവിന് നമുക്ക് സൗഖ്യം തരാൻ എളുപ്പമാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രോഗമൊക്കെ വരുമ്പോൾ ആശുപത്രി പോകണം. അച്ഛൻ പറഞ്ഞു വചനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങിയേക്കരുത്. നിങ്ങൾ ആശുപത്രി പോകണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വചനം വായിക്കണം, വചനം പറയണം. കേട്ടോ, പറയോ? ഈ വചനമൊക്കെ പറഞ്ഞ് സൗഖ്യം നേടിയെടുക്കണം. വലതുകരം ഉയർത്തി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ.